രാവിലെ 10 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ. വീട്ടുവളപ്പിൽ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി ടൗൺ ഹാളിൽ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തുന്നുണ്ട്. അതുപോലെ സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രിമാരും ഈ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവ് ഏതാണ്ട് ഒരു 8:30യോടുകൂടി എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം കോഴിക്കോട്ടായിരുന്നു ഇന്നലെ. മുഖ്യമന്ത്രി വന്നു. മലയാള സിനിമാ മേഖലയിലെ പ്രമുഖരൊക്കെ തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ഇന്നലെ രാത്രിയുമൊക്കെയായി നമുക്കറിയാം. ഈ ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അദ്ദേഹവുമായി വലിയ ആത്മബന്ധമുള്ള, ഹൃദയബന്ധമുള്ള ആയിരക്കണക്കിന് ആളുകളാണുള്ളത്. അവർ മുഴുവൻ അദ്ദേഹത്തെ അവസാനമായി കാണാൻ ഇന്നലെയും ഇന്നുമായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടൊക്കെ എത്തിയ പലരും തൃപ്പൂണിത്തുറയിലുമൊക്കെയായി സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ രാവിലെ വീണ്ടും ഇവിടെ ശ്രീനിവാസനെ ഒരിക്കൽ കൂടി കാണാൻ എത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നാട്ടിൽ ഉള്ള ആളുകളുടെ സാന്നിധ്യം തന്നെയാണ്. ഇന്നലെ ഈ മരണ വാർത്ത, ഈ വിയോഗ വാർത്ത അറിഞ്ഞത് മുതൽ ഇവിടെ ഈ പ്രദേശത്തുള്ളവരുടെ വലിയ ഒരു പ്രവാഹം തന്നെ എന്ന് പറയാം ഈ വീട്ടിലേക്ക് വന്നതാണ്. നമ്മൾ ഈ നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട വഴി, ആ വഴി നിറഞ്ഞായിരുന്നു ഇന്നലെ രാത്രി. ഏതാണ്ട് ഒരു 8 മണിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുന്ന സമയത്തും അത്രയും വലിയ ആൾക്കൂട്ടം ഈ വീടിൻ്റെ പരിസരത്തേക്കുണ്ടായിരുന്നു. ശ്രീനിവാസൻ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇപ്പോൾ അന്ത്യനിദ്രയിലാണ്. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ ഏറെക്കാലം പങ്കുവെച്ച ഈ കണ്ടനാട്ടെ വീട്, ഈ വീടിൻ്റെ പരിസരത്ത് അപ്പുറത്തോട്ടൊക്കെ പോയാൽ അദ്ദേഹത്തിൻ്റെ കൃഷിയിടങ്ങളാണ്. അദ്ദേഹം നേരിട്ട് നോക്കി നടത്തിയ കൃഷിയിടങ്ങൾ, അദ്ദേഹത്തിൻ്റെ കർഷക കൂട്ടായ്മകൾ, അദ്ദേഹത്തിൻ്റെ ഹരിത പരീക്ഷണങ്ങളുടെയൊക്കെ പരീക്ഷണശാലയൊക്കെ ആയിരുന്ന കൃഷിഭൂമിയൊക്കെയാണ് ഈ വീടിന് അപ്പുറത്തെ ഭാഗത്ത്. ഇവിടെ കർഷകരെയൊക്കെ സംഘടിപ്പിച്ച് അദ്ദേഹം ഈ കർഷക കൂട്ടായ്മകളും പാടശേഖര സമിതികളുമൊക്കെ ഉണ്ടാക്കിയാണ് ഇവിടെ ഈ നാടിൻ്റെ ഭാഗമായി നിന്നത്.